നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. പുകയിലയും ക്യാൻസറും എന്നുള്ളൊരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ നോഡൽ ഓഫീസറും ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ഡെൻ്റലായ ഡോക്ടർ സി വേണുഗോപാലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, നമുക്കറിയാം ഈ ഒരു പുകയിലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് വരുന്നത്. അതായത് 30-ാം തീയതി ലോക പുകയില വിരുദ്ധ ദിനം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെൻറ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുകയിലയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ടും. അപ്പോൾ പുകയിലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര നാളത്തെ ഒരു പുകയിലയുടെ ഉപയോഗം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുണ്ട്, ഒരു ഹിസ്റ്ററി പറയാനുണ്ട്? ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 300-400 വർഷമേ ആകുന്നുള്ളൂ പുകയില ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഇന്ത്യയിൽ പുകയില എത്തുന്നത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് ഈ പുകയില കൊണ്ടുവരുന്നത്. പോർച്ചുഗീസുകാർ തെക്കേ അമേരിക്കയിൽ നിന്ന് പുകയില അവരുടെ പല ഈ പോർട്ട് ഓഫ് കോൾസ്, അവരുടെ ഒരു തുറമുഖ ശൃംഖല വഴി ഇന്ത്യയിൽ എത്തുകയാണുണ്ട്. ഇന്ത്യയിൽ നിന്ന് മറ്റ് പല ഭാഗങ്ങളിലേക്ക് പുകയില പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പലരും വിചാരിച്ച് വെച്ചിരിക്കുന്ന വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പുകയില ഉപയോഗിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു ധാരണ തെറ്റാണ്. നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 17-ാം നൂറ്റാണ്ട് മുതൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. വിദേശത്ത് കൊണ്ടുവന്ന ഈ ചെടി നമ്മൾ ഇന്ത്യയിലും നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണുള്ളത്. നമുക്ക് പുകയില നമ്മൾ ഇന്ത്യയിൽ മണ്ണിലും നന്നായിട്ട് തന്നെ തീർച്ചയായും ലോകത്തെല്ലായിടത്തും ഈ പുകയില എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഗ്ലോബലൈസ് ചെയ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ പുകയിലയാണ്. തീർച്ചയായിട്ടും ഈ പുകയിലയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഘട്ടമായിട്ട്, കാരണം നമുക്കൊരു 20 കൊല്ലം 30 കൊല്ലം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ പുകയിലയെ സംബന്ധിച്ചിടത്തോളം വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്കറിയാം, ഇപ്പോൾ പുകയില ഒരു പബ്ലിക് പ്ലേസിൽ ഇരുന്ന് പുകയില ഉപയോഗിക്കുന്നത് നിയമം കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു ക്രൈമാണ്. അപ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പബ്ലിക് പ്ലേസിൽ പുകയില അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്നതിന് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു സമയം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഇതിൽ ഈ പുകയില കൊണ്ടുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ച് ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ മനസ്സിലാക്കി അതിനെതിരെ തിരിയാനായിട്ടുള്ളൊരു സാഹചര്യം എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? ഈ 10-20 വർഷം മുമ്പ് വരെ റെസ്ട്രിക്ഷൻസ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് തികച്ചും ശരിയല്ല. കാരണം ചരിത്രത്തിൽ പല സമയത്ത് പല ഘട്ടങ്ങളിൽ ഈ പുകയിലയ്ക്കെതിരെ ഒരു റെസ്ട്രിക്ഷൻ, പുകയില നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ പുകയില നിരോധിക്കാൻ തന്നെയുള്ള ശ്രമങ്ങൾ പല സമയത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ അദ്ദേഹം പുകയില നിരോധിച്ചിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ പുകയില നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സ്ഥിതി പറയുകയാണെങ്കിൽ നമ്മുടെ ജഹാംഗീർ ചക്രവർത്തി അദ്ദേഹം പുകയില നിരോധിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അഡോൾഫ് ഹിറ്റ്ലർ പുകയില നിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് ഈ പുകയിലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ആ ശ്രമം പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. അങ്ങനെ നിഷ്ഫലമായ ശ്രമങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ശക്തമായ ഒരു പൊതുജന മുന്നേറ്റം പുകയിലയ്ക്കെതിരെ ഉണ്ടാകുന്നത് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ്. പ്രത്യേകിച്ചും പുകയില ക്യാൻസറിന് കാരണമാകുന്നുവെന്ന് വളരെ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് തികച്ചും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും ശക്തമായൊരു മുന്നേറ്റം പുകയിലയ്ക്കെതിരെ ഉണ്ടാകുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് പറയാം. തുടർന്ന് നമ്മൾ ഈ വേൾഡ് നോ ടൊബാക്കോ ഡേ ആചരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ നോ ടൊബാക്കോ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രധാനമായ തീരുമാനങ്ങൾ, പുകയിലയുടെ നിയന്ത്രണത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ പല സമയത്തും നമ്മൾ എടുക്കുന്നുണ്ട്. പുകയിലയുടെ പരസ്യങ്ങൾ നിരോധിക്കുന്നുള്ള തീരുമാനം എടുക്കുകയുണ്ടായി. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുക എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ടായി. അത് ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു തീം എനിക്ക് എടുത്ത് പറയേണ്ടത്, ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് പുകയില വികസനത്തിന് ഭീഷണി എന്നുള്ളതാണ് ഇത്തവണത്തെ തീം. നമ്മൾ പുകയില എന്ന് പറയുമ്പോൾ പുകയില സാധാരണയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്നു, അല്ലേ, പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ ചുമയുണ്ടാകും, പിന്നീട് അത് ക്യാൻസറായി മാറും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പുകയിലെ പറ്റിയുള്ള ധാരണ. പക്ഷേ ഇത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് തന്നെ വിദ്യാഭ്യാസപരമായാലും മറ്റ് ടെക്നോളജിക്കൽ മേഖലയിലായാലും എന്തിലായാലും വികസനത്തിന് തന്നെ ഭീഷണിയാണ് പുകയില. കാരണം ഇതുണ്ടാക്കുന്ന അസുഖങ്ങൾ കാരണം ഓരോ വർഷവും പ്രതിവർഷം ഏതാണ്ട് 7 ദശലക്ഷം പേരാണ് പുകയിലയുടെ ഉപയോഗ നിമിത്തം ഓരോ വർഷവും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതിന് ഒരു അനാലജി അല്ലെങ്കിൽ ഒരു താരതമ്യം പറയുകയാണെങ്കിൽ, ഒരു ബോയിങ് 747 വിമാനം, നമ്മൾ ജംബോ ജെറ്റ് എന്ന് പറയുന്ന ആ വിമാനം, നിറച്ച ആളുകളുള്ള ഏതാണ്ട് 500 പേരുള്ള ഒരു വിമാനം, ലോകത്ത് ഓരോ ദിവസം 3 വിമാനങ്ങൾ ഇങ്ങനെ തകരുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ തകർന്ന് ഉണ്ടാകുന്ന മരണസംഖ്യ, ഓരോ വിമാനങ്ങൾ തകർന്നുണ്ടാകുന്ന ഒരു വർഷം മുഴുവൻ അങ്ങനെ ഉണ്ടാകുന്ന മരണസംഖ്യയ്ക്ക് തുല്യമാണ് ഈ 7 ദശലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വളരെ പരിതാപകരമായൊരവസ്ഥയാണ് പുകയില മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തടയാൻ കഴിയുന്ന ഒരു സാധനം ഉപയോഗിച്ച്
ഇത്രയും പേര് മരണപ്പെടുന്നു, ഇത്രയും പേര് അസുഖം വരുന്നു. ഈ അസുഖം വന്നാൽ സ്വാഭാവികമായിട്ട് അവരെ ചികിത്സിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കോ വലിയൊരു സാമ്പത്തിക നഷ്ടം അത് കാരണം വരുന്നു, തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതൊക്കെ കൊണ്ടാണ് പുകയില വികസനത്തിന് ഭീഷണി എന്ന് ഒരു മുദ്രാവാക്യം ഇത്തവണ, ഒരു തീം ഇത്തവണ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ പുകയില നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്റ്റെപ്പുകൾ ഗവൺമെൻറ് ഏറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് പുകയില നിരോധനവുമായി ബന്ധപ്പെട്ട്? ഇപ്പോൾ ഇന്ത്യയിൽ കേരള ഗവൺമെൻറ് വളരെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക ആയിട്ട് തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അതിൽ ഒന്ന് നേരത്തെ എടുത്തിട്ടുള്ള പാൻ മസാലകൾ നിരോധിച്ചു എന്നുള്ളതാണ്. വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് ആ എടുത്തിട്ടുള്ളത്. കാരണം വയല ക്യാൻസർ വരുന്നതിന് നമുക്കറിയാം, പാൻ മസാലകൾ ഇന്ത്യയിൽ വയല ക്യാൻസർ വരുന്നതിന് ഒരു പ്രധാന കാരണമായിരുന്നു. അപ്പോൾ അത് നിരോധിക്കുക എന്നുള്ളത് നല്ലൊരു തീരുമാനം തന്നെയാണ്. അതുപോലെ തന്നെ പുകയിലുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ നമ്മൾ നിരോധിച്ചിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളും അങ്ങനെയല്ല. പല മൂന്നാം ലോക രാജ്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മൾ ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പുകയില ഭയങ്കരമായിട്ടുള്ള അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ പോലും തക്കവിധം വളരെ ശക്തി ആർജിച്ച് കഴിഞ്ഞ ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് പുകയില കമ്പനികൾ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെയില്ല. ഈ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുകൊണ്ട് വലിയൊരു പരിധിവരെ നമുക്ക് അവയെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ നമ്മൾ ഇനി ഇതിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒരു അവയർനെസ് കുറച്ചുകൂടെ നമുക്ക് ഇതിനെപ്പറ്റി പുകയിലയെ പറ്റിയുള്ള, പുകയിലയുടെ ദോഷവശങ്ങളെ പറ്റിയുള്ള ഒരു അവയർനെസ് പൊതുജനങ്ങളിൽ എത്തിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഗവൺമെൻറ് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ആൻറ്റി ടൊബാക്കോ ഡേ, നോ ടൊബാക്കോ ഡേയിൽ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ. അതോടനുബന്ധിച്ചിട്ട് പലതരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ്, അവബോധം നമ്മൾ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പുകയിലയിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്? അതിന് ഏതെങ്കിലുമൊക്കെ ഘടകങ്ങൾ യഥാർത്ഥത്തിൽ ശരീരത്തിന് ഉപയോഗപ്പെടുന്ന ഏതെങ്കിലും ഘടകങ്ങൾ ഈ പുകയിലേക്കകത്തുണ്ടോ? അത് വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം പുകയിലയിൽ ഏതാണ്ട് ഒരു 4000-ഓളം കെമിക്കൽ പുകയിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 70-ഓളം കെമിക്കൽസ് വളരെ മാരകമായിട്ടുള്ള വസ്തുക്കളാണ്. 400-ഓളം കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ ക്യാൻസറിന് തന്നെ കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ പലപ്പോൾ നമ്മൾ പിന്നീട് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിലുള്ള കണ്ടൻസാണ് ഇതിലുള്ളത്. ഒന്നാമത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുക, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ കുപ്രസിദ്ധമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഓഷ്വിറ്റ്സ്, ബുഹൻവാൾഡ് ഇങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജൂതന്മാരെ കൊന്നെടുക്കുന്നതിന് സൈക്ലോൺ ബി എന്ന് പറയുന്ന ഒരു വിഷവാതം ഉപയോഗിച്ചിരുന്നു. ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന വിഷവാതമാണ് ഈ സൈക്ലോൺ ബി. ആ ഹൈഡ്രജൻ സയനൈഡിൻ്റെ ഒരു ചെറിയൊരു അംശം, വളരെ ചെറിയൊരു അംശമേ ഉള്ളൂ, അത് പുകയിലയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആഴ്സനിക്, നമ്മൾ എലിവിഷത്തിൽ ചേർക്കുന്ന ആഴ്സനിക് ഉണ്ട്, പാറ്റാ ഗുളികയിൽ ചേർക്കുന്ന നാഫ്തലിൻ, കാഡ്മിയം, നമ്മൾ കാർ ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കുന്ന കാഡ്മിയം ഇതിലടങ്ങിയിരിക്കുന്നു, ഒരു നിക്കലുണ്ട്. ഇതൊക്കെ വളരെ പോയിസണസ്, വളരെ വിഷമായിട്ടുള്ള വസ്തുക്കളാണ്. അമോണിയ ഉണ്ട്. ഇങ്ങനെ വളരെ മാരകമായിട്ടുള്ള വസ്തുക്കളുടെ ഒരു മിശ്രിതമാണ്, ഒരു ഡെഡ്ലി കോക്ടെയിലാണ് ഈ പുകയില എന്ന് പറയും. സത്യം പറഞ്ഞാൽ മനുഷ്യനല്ലാതെ മറ്റൊരു ജീവി അത് ഭക്ഷിക്കാറില്ല എന്ന് മാത്രമല്ല നമ്മൾ ഈ പുകയില ഉപയോഗിച്ച് പുകയില കഷായം ഉണ്ടാക്കി അതടിച്ച് മറ്റ് കൃമികീടങ്ങളെ നമ്മൾ കൊല്ലുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിഷമായിട്ടുള്ള ഒരു വസ്തു സത്യം പറഞ്ഞാൽ പ്രകൃതിയിൽ മനുഷ്യനല്ലാതെ ഒരു ജീവിയും ഭക്ഷിക്കാറില്ല. അങ്ങനെ മാരകമായ വസ്തുക്കളുടെ ഒരു മിശ്രിതമാണ് ഈ പുകയില എന്ന് പറയുന്നത്. സർ, പുകയിലയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഈ പുകയിലയുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാനായിട്ട് പ്രായോഗിക തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ അറിയാം, യങ്സ്റ്റേഴ്സിൽ പല ആൾക്കാരും പുകയില നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പുതിയ പുകയില വരിക്കാർ തുടങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ പ്രായോഗിക തലത്തിൽ ഇത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും? അതുപോലെ തന്നെ ഇത്തരം കമ്പനികളെ പൂർണ്ണമായിട്ടും ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് വായിൽ വച്ച് ചവയ്ക്കുന്ന തരം പുകയിലകളെ നമ്മൾ പൂർണ്ണമായിട്ടും നിരോധിക്കുകയുണ്ടായി. പക്ഷേ സിഗരറ്റ് പോലെയുള്ള വലിക്കുന്ന രീതിയിലുള്ള പുകയിലകൾ ഇപ്പോഴും മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ അവൈലബിലിറ്റി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് എങ്ങനെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും? ഇതിനെതിരെ രണ്ട് തരത്തിലുള്ള മെഷർ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഒന്ന് ലീഗലായിട്ടുള്ള അതായത് ഇതിനെതിരെയുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ്, ഒരു അവബോധം സൃഷ്ടിക്കുക. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച്, ഒരു പിൻസർ ആക്ഷൻ പോലെ രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ലക്ഷ്യം കൈവരിക്കാൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിയുള്ളൂ. പിന്നെ പുകയിലയുടെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായ ഒരു അഡിക്ഷനാണ് ഈ നിക്കോട്ടിൻ ഉണ്ടാക്കുന്നത്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിനാണ് ആ പുകയിലയോട് നമുക്കൊരു ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ നിക്കോട്ടിൻ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു പഫ് എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ നിക്കോട്ടിൻ ശ്വാസകോശങ്ങളിൽ നിന്ന് അത് അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് തലച്ചോറിലെത്തുകയും തലച്ചോറിൽ നിക്കോട്ടിൻ റിസപ്റ്റേഴ്സിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അത് ഉദ്ദീപിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു യൂഫോറിയ അല്ലെങ്കിൽ ഒരു സുഖക്ഷേമാനുഭൂതി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിനോട് നമുക്കൊരു അഡിക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അഡിക്ഷൻ അത്ര പെട്ടെന്ന് നമ്മൾ നിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ബെർണാഡ് ഷാ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, പുകവലി നിർത്തുക വളരെ എളുപ്പമാണ്. കാരണം ഞാൻ പലതവണ നിർത്തിയിട്ടുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
വീണ്ടും വീണ്ടും നമ്മൾ ശക്തമായ ഒരു മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുകവലി നിർത്താൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, സ്വന്തമായുള്ള ഇതിൽ കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നമ്മളൊരു പ്രൊഫഷണൽ സഹായം തേടുന്ന വളരെ നന്നായിരിക്കും. ഇന്നിപ്പോൾ എല്ലാ ജില്ലാ ആശുപത്രികളിലും സൈക്യാട്രി വിഭാഗത്തോടനുബന്ധിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, സോഷ്യൽ വർക്കറുണ്ട്. അപ്പോൾ ഇവരെ ചെല്ലുകയാണെങ്കിൽ, ഇവരെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇവരാദ്യം നമുക്ക് ഒരു കൗൺസിലിംഗ് നടത്തി, അതായത് ഒരു രോഗി ഒരു പുകവലിക്കാൻ അയാൾ എത്ര സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ എത്ര ബീഡി വലിക്കുന്നു, അയാൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ബ്ലഡ് പ്രഷറോ അതുപോലുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയ ശേഷം വേണ്ട നിർദ്ദേശങ്ങൾ, പുകവലി നിർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും അതോടൊപ്പം ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം ഇന്ന് മരുന്നുകൾ വെച്ചുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ്, ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജില്ലാ ആശുപത്രികളിലുള്ള സംവിധാനമുണ്ട്. സ്വന്തമായിട്ട് നമ്മൾ വളരെ ശ്രമിച്ചിട്ട് നമുക്ക് പുകവലി നിർത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ സഹായം തേടുന്നതായിരിക്കും ഉത്തമം. തീർച്ചയായും പുകവലിയെ സംബന്ധിച്ചിടത്തോളം ഇത് പുകവലി കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രായോഗിക തലത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? ഈ പ്രായോഗിക തലത്തിൽ ഒരു പ്രധാന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പുകയില കൃഷി നമ്മുടെ രാജ്യത്ത് നിന്ന് വളരെ വ്യാപകമാണ്. വളരെയധികം ഒരു കോടിക്കണക്കിന് ആളുകൾ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പല കൃഷിയിൽ മാത്രമല്ല, അതിൻ്റെ പല ഘട്ടങ്ങൾ, കൃഷിയായാലും അതിൻ്റെ വിപണനത്തിലായാലും അതിൻ്റെ വ്യാപാരത്തിലായാലും ഇങ്ങനെ പല ഘട്ടങ്ങളിൽ വളരെയധികം ആൾക്ക് തൊഴിൽ സാധ്യത കൊടുക്കുന്ന ഒരു മേഖലയാണ് പുകയില കൃഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് വളരെ പെട്ടെന്ന് ഈ പുകയില കൃഷി നിർത്തുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല. ഘട്ടം ഘട്ടമായി അത് കുറയ്ക്കുകയും അതിനുള്ള അവയർനെസ് ഉണ്ടാക്കുകയും ചെയ്യുകയാണ് നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും ഉത്തമമായ മാർഗം. തീർച്ചയായിട്ടും ഈ പുകയില നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളെ സംബന്ധിച്ച് പറയുകയാണ്, എന്തൊക്കെ അസുഖങ്ങളാണ് യഥാർത്ഥത്തിൽ പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുക? പുകയിലയുടെ ഉപയോഗം, പുകയില എന്ന് പറയുമ്പോൾ നമുക്കുള്ള ധാരണ ലങ് ക്യാൻസർ, അതായത് ശ്വാസകോശങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ പുകയില ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ വേണമെങ്കിലും ക്യാൻസർ വരാം. വായിൽ ക്യാൻസർ വരാം, അതുപോലെ തന്നെ തൊണ്ടയിൽ ക്യാൻസർ വരാം, അന്നനാളത്തിൽ ക്യാൻസർ വരാം, ശ്വാസനാളത്തിൽ ക്യാൻസർ വരാം, ശ്വാസകോശങ്ങളിൽ ക്യാൻസർ വരാം, പിന്നെ അതുപോലെ കിഡ്നി ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ, അതുപോലെ പാൻക്രിയാസ് ക്യാൻസർ, ഇങ്ങനെ പല ഭാഗങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്യാൻസർ വരാം. മൂക്കിൽ ക്യാൻസർ വരാം, സൈനസുകളിൽ ക്യാൻസർ വരാം. ഈ പുക പോകുന്ന സ്ഥലങ്ങളിലോ, നമ്മൾ പുകവലിക്കുമ്പോൾ പോകുന്ന സ്ഥലങ്ങളിലൊന്നുമല്ല നമ്മൾ പാൻക്രിയാസോ അല്ലെങ്കിൽ ബ്ലാഡറോ ആയിരിക്കും, പക്ഷേ അവിടെയെല്ലാം ക്യാൻസർ വരുന്നതിന് വളരെയധികം സാധ്യതയുണ്ട്. ഈ പുകവലിക്കുമ്പോൾ അതിലുണ്ടാകുന്ന വിഷവസ്തുക്കൾ, അതിലുണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വസ്തുക്കൾ രക്തത്തിലേക്ക് കയറുകയും, അതായത് ശ്വാസകോശങ്ങളിൽ നിന്ന് അത് രക്തത്തിൽ പ്രവേശിക്കുകയും ഈ രക്തം ശുദ്ധിയാക്കുകയും ഇതിലുള്ള വിഷവസ്തുക്കളെ കിഡ്നി അരിച്ചു മാറ്റുകയും ആ വിഷവസ്തുക്കൾ അങ്ങനെ ബ്ലാഡറിൽ എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബ്ലാഡർ ക്യാൻസർ വരാനുള്ള സാധ്യത ഈ പുകവലിക്കുന്നവർക്ക് സാധാരണ ഒരാളിനേക്കാളും വളരെ കൂടുതലാണ് ബ്ലാഡർ ക്യാൻസർ വരാനുള്ള സാധ്യത. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായാലും ക്യാൻസർ വരുന്ന സാധ്യത പുകവലിക്കുന്നവർ വളരെ കൂടുതലാണ്. ക്യാൻസർ മാത്രമല്ല, മറ്റു തരത്തിലുള്ള ശ്വാസകോശ അസുഖങ്ങൾ, ശ്വാസ തടസ്സം, നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയും, അങ്ങനെയുള്ള അസുഖം, എംഫൈസീമ, അതിൻ്റെ അൾവിയോളി വായു അറകളിലുണ്ടാകുന്ന ഇൻഫ്ലേഷൻ, ഓവറായിട്ടുള്ള അതിൻ്റെ കഴിവ് കുറയുക, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ, ശ്വാസതടസ്സം, നിർത്താതെയുള്ള ചുമ, ഇങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങൾ പുകവലിക്കുന്നവർ കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ പുകയില നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യുവാക്കളിൽ പുകയിലയുടെ ഉപയോഗം എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? സ്കൂൾ തലത്തിൽ നമുക്കറിയാം, സ്കൂൾ തലത്തിൽ +2 തലത്തിലൊക്കെ ഈ പുകയിലയുടെ ഉപയോഗം ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള നടപടികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? പഠനങ്ങൾ തീർച്ചയായും നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വളരെ കൺക്ലൂസീവായിട്ട് എത്ര ശതമാനം ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് നമുക്കൊരു തികഞ്ഞ ഒരു രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം പല വിഭാഗങ്ങൾ പല രീതിയിലാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. പിന്നെ ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് തീർച്ചയായും നമ്മൾ ഗവൺമെൻറ് തലത്തിൽ +2 ലെവലുള്ള വിദ്യാർത്ഥികൾ, കാരണം അവരാണ് ആ +2 ലെവലുള്ള വിദ്യാർത്ഥികൾ, ആ ഏജ് ഗ്രൂപ്പാണ്, ആ ഒരു പ്രായ പരിധിയിലുള്ളവരാണ് കൂടുതൽ ഈ പുകയിലേക്ക് ഇരയാകുന്നത്, ഇതിലേക്ക് വീഴുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ സ്കൂളുകളിലും, പ്രത്യേകിച്ചും സർക്കാർ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ നടത്തുകയും ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും അതിൻ്റെ പടങ്ങൾ കാണിച്ചുകൊണ്ടുള്ള പുകയില ഉപയോഗിക്കുന്നതിനുള്ള അസുഖങ്ങളുടെ പലതരത്തിലുള്ള അസുഖങ്ങളുടെ പടങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ തന്നെ നമ്മൾ നടത്താറുണ്ട്. പല സ്കൂളുകളിലും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, മറ്റ് സ്കൂളുകൾ നമ്മൾ വീണ്ടും ഇനി കവർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഒരുപാട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോകം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ പുകവലി കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതേസമയം സ്ത്രീകളുടെ ഇടയിലുള്ള പുകവലി കൂടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാന കാരണം ഈ പുകയില കമ്പനികൾ, അവർ പലതും മൾട്ടിനാഷണൽ കമ്പനികളാണ്, വളരെ സാമ്പത്തികമായിട്ടുള്ള വളരെ കഴിവുള്ള കമ്പനികളാണ് ഈ പുകയില കമ്പനികൾ. അവർ പുതിയ മാർക്കറ്റ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു മാർക്കറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പുരുഷന്മാരുടെ പുകവലി കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ശ്രദ്ധിക്കുന്നത് മറ്റ് 3-4 ലോക രാജ്യങ്ങളിലേക്കാണ് അവരുടെ ശ്രദ്ധ തിരിയുന്നത്.
അപ്പോൾ ഇന്ത്യ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ കൂടുതൽ ഇതിൻ്റെ ഉപയോഗം വ്യാപിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരു വളരെ കരുതലോടുകൂടി മാത്രമേ നമ്മുടെ യുവതലമുറ നീങ്ങാവൂ. ഒരാൾ പുകയില ഉപയോഗം നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കണം അദ്ദേഹം പടിപടിയായിട്ട് ചെയ്യുന്നത്? പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ പുകയില വലിക്കുന്നു, ഞാനിപ്പോൾ ഒരാഴ്ച വലിക്കാതിരിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു പ്രാവശ്യം പുകയില അല്ലെങ്കിൽ ഒരു പ്രാവശ്യം സിഗരറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നു. പിന്നെ അത് വീണ്ടും അതൊരു നോർമൽ ചെയിനായിട്ട് തന്നെ പോവുകയാണ്. പല ആൾക്കാരുടെ അടുത്തും പുകയില വലിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ്, ഞാൻ പല പ്രാവശ്യം നിർത്തിയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോഴും പുകയില വലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതൊരു പൂർണ്ണമായിട്ടും നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെർണാഡ് ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പലതവണ പുകയില നിർത്തിയിട്ടുണ്ട്. പുകവലി നിർത്തുക വളരെ എളുപ്പമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുകവലി നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമുക്കൊരു നിശ്ചയദാർഢ്യം, ഇത് എനിക്ക് നിർത്തേണ്ടത് എനിക്ക് ആവശ്യമാണ് എന്നുള്ളൊരു മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് ആദ്യമായിട്ട് ആവശ്യം. പിന്നെ ഞാനത് നേരത്തെ പറഞ്ഞു, ഈ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ കൂടി പലപ്പോഴും നമുക്കത് കഴിയില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കത് പറ്റാതെ വരും. അങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു വൈദ്യസഹായം, ഒരു പ്രൊഫഷണൽ സഹായം തേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള സംവിധാനം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജില്ലാ ആശുപത്രികളിലും സൈക്കാട്രി വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവിടെ സൈക്കാട്രി വിഭാഗത്തിൽ മാനസിക അസുഖങ്ങളുള്ളവർ മാത്രമല്ല സൈക്കാട്രി വിഭാഗത്തിൽ കാണിക്കുന്നത്. അവിടെ സോഷ്യൽ വർക്കറുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, പിന്നീട് സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരെ കാണുകയാണെങ്കിൽ നമുക്ക് വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മളെ കൗൺസിലിംഗ് നടത്തിയ ശേഷം നമ്മൾ എത്രമാത്രം നമ്മൾ പുകവലിക്ക് അഡിക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതാണ്. ഇന്ന് നമുക്ക് മരുന്നുകളുണ്ട്. ഇന്ന് പലതരത്തിലുള്ള പുകവലി നിർത്തുന്നതിനുള്ള മരുന്നുകളുണ്ട്. നിക്കോട്ടിൻ ഉപയോഗിച്ചുള്ള ചികിത്സയുണ്ട്. നിക്കോട്ടിനാണ് പുകവലിയോട് അഡിക്ഷൻ ഉണ്ടാക്കുന്ന വസ്തു എന്ന് പറയുന്നത് നിക്കോട്ടിനാണ്. പക്ഷേ നിക്കോട്ടിൻ മറ്റ് വസ്തുക്കളെ അപേക്ഷിച്ച്, മറ്റ് ടാറായാലും ആഴ്സനിക്കായാലും അങ്ങനെ പുകയിലുള്ള മറ്റ് വസ്തുക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും ദോഷവശങ്ങളില്ലാത്തതാണ്. ദോഷവശങ്ങളൊന്നും ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അത്രയും വിഷമല്ല നിക്കോട്ടിൻ. അപ്പോൾ അതുകൊണ്ട് നിക്കോട്ടിൻ കൊടുത്ത് ഇതിനോടുള്ള ആസക്തി കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ചികിത്സാ മാർഗ്ഗം. അതിനുള്ള നിക്കോട്ടിൻ ചൂയിങ്ങും നിക്കോട്ടിൻ ടാബ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ പലപ്പോഴും എനിക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഇതൊക്കെ സ്വയമായിട്ട് വാങ്ങിച്ച് കൂടുതൽ കഴിക്കുന്നത് പലപ്പോഴും ദോഷം ചെയ്യും. അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നിക്കോട്ടിൻ ടാബ്ലറ്റ്സ് മാത്രമല്ല, മറ്റ് മരുന്നുകൾ ഇതിൻ്റെ ഈ വിത്ഡ്രോവൽ സിംറ്റംസ് കുറയ്ക്കുന്നതിനുള്ള മറ്റ് മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. തീർച്ചയായും എല്ലാ ജില്ലാ ആശുപത്രികളിലും അതിനുള്ള സംവിധാനമുണ്ട്. നമുക്ക് സ്വയം നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ സഹായം തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ മദ്യപിക്കുന്ന ഒരാളുടെ അടുത്ത കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ മദ്യത്തിന് അടിമയായിട്ടുള്ള ഒരാൾ മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസിനെ കുറിച്ച്. പുകയിലയും അതുപോലെ സ്ഥിരമായിട്ട് പുകയില വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പുകയില നിർത്തി കഴിഞ്ഞാൽ ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകും. തീർച്ചയായും ഉണ്ടാകും. എല്ലാ അഡിക്ഷനും ഈ വിഡ്രോവൽ സിംറ്റംസ്, അഡിക്ഷൻ ഉണ്ടാകുന്ന വസ്തു നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിഡ്രോവൽ സിംറ്റംസ് നമുക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതിനൊന്നും അങ്ങനെയുള്ള വിഡ്രോവൽ സിംറ്റംസ് നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകൾ വരെ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ചികിത്സ തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തൊക്കെയാണ് ഈ വിഡ്രോവൽ സിംറ്റംസ്? പുകയില വലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ നമ്മൾ പുകവലിക്കുന്നതിന് പല ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ടായിരിക്കും. ചിലർ ടെൻഷൻ മാറ്റാനായിരിക്കും, ചിലർ റിലാക്സ് ചെയ്യാനായിരിക്കും. അങ്ങനെ പല കാരണങ്ങളുണ്ട് പുകവലിക്കുന്നതിന്. അപ്പോൾ ചിലർക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് പുകവലിച്ചാൽ കൂടും, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തർക്ക് മാനസികമായിട്ടുള്ള ഓരോ വിശ്വാസങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല, നിങ്ങൾ പുകവലിക്കുന്നെങ്കിൽ അതിന് കാരണം നിങ്ങൾ പുകയിലയോട് അഡിക്ഷൻ ഉള്ള ആളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ പുകവലിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ശാസ്ത്രീയമായ വസ്തുത. അപ്പോൾ ഇതിലാണ് നമ്മൾ ചികിത്സ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ചിലർക്ക് നിരന്തരമായിട്ട് പുകവലിക്കുന്ന ആളിന് പുകവലിച്ചില്ലെങ്കിൽ ഭയങ്കരമായി ടെൻഷൻ കൂടുന്നതായിട്ട് തോന്നാം, ഹൃദയമിടിപ്പ് കൂടുന്നതായിട്ട് തോന്നാം, വളരെ ക്ഷീണം തോന്നുന്നതായിട്ട് തോന്നാം, ഒരുപക്ഷെ കട്ടിലിൽ നിന്ന് എണീക്കാൻ പോലും വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറുന്നതായിട്ട് തോന്നാം. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഈ ലക്ഷണങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനും നമുക്ക് ചികിത്സിച്ച് മാറ്റാനും നമുക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് കഴിയും. അതിന് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടുക. എപ്പോഴും പുകയിലയുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് പുകയില, മദ്യം, വാക്കിയകത്തിട്ട് ചവയ്ക്കുന്ന രീതിയിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ. അപ്പോൾ പലരും ഇതിൻ്റെ കോമ്പിനേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ചിലർ അറിയാം, മദ്യപിക്കുന്ന സമയത്ത് നന്നായിട്ട് പുക വലിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പുകയിലയോടൊപ്പം തന്നെ വാക്കിയകത്തിട്ട് ചവയ്ക്കുന്ന തരത്തിലുള്ള പുകയിലയും ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഈ മൂന്നിൻ്റെയും കൂടെ കോമ്പിനേഷൻ എത്രത്തോളം മാരകമാണ്? ഇതിപ്പോൾ ഇനത്തോട് ചേരുമെന്ന് മലയാളത്തിൽ പറയുന്ന പോലെ ഈ വിഷവസ്തുക്കളെല്ലാം ഒന്ന് ചേർന്നാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ എല്ലാ ഈ അഡിക്ഷനോടുള്ള ഒരു എൻട്രി, അതിൻ്റെ ഒരു ഗേറ്റ് വേ, ഇതിലുള്ള ഒരു എൻട്രിയാണ് പുകയില എന്ന് പറയുന്നത്. അപ്പോൾ പുകയില ഉപയോഗിക്കുന്നവർ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മറ്റ് മയക്കുമരുന്നുകളിലേക്കും മദ്യത്തിലേക്കും എല്ലാം വീഴുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ മറ്റൊരു പ്രധാന വസ്തുത, പുക വലിക്കുമ്പോൾ മദ്യം കൂടുതൽ രുചികരമായിട്ട് തോന്നുന്നു എന്നൊരു ഇത് പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. അത്
പൂവലിക്കുമ്പോൾ കൂടുതൽ മദ്യം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മദ്യത്തിൻ്റെ ആ ഗന്ധം അറിയാതിരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പാൻ മസാലകൾ ഉപയോഗിക്കുന്നു. പലപ്പോഴും ഈ മദ്യ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ബാറിൻ്റെയൊക്കെ പുറത്ത് അതിൻ്റെ ഔട്ട്ലെറ്റിൽ തന്നെ ഇത്തരത്തിലുള്ള പാൻ മസാലകൾ ലഭ്യമാക്കിയിരിക്കും. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഗന്ധം അറിയാതിരിക്കുന്നതിന് വേണ്ടിയായിരിക്കും പാൻ മസാല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള അഡിക്ഷനാണ് വളരെ മാരകമായിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യത. നിങ്ങൾ മദ്യപാനവും അതോടൊപ്പം പുകയിലയുടെ ഉപയോഗം രണ്ടും ഉണ്ടെങ്കിൽ വായിലെ ക്യാൻസർ വരാനുള്ള സാധ്യത അതിന് നമ്മളൊരു സൈനർജിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയും. കാരണം 10 മടങ്ങ് കൂടിയാൽ മദ്യപാനവും അതോടൊപ്പം പുകയിലയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുതലാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത് ഒഴിവാക്കുന്നതാണ്, എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്ന അത്രയായിരിക്കും ഏറ്റവും. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകരോട് എന്ത് നിർദ്ദേശമാണ് ഡോക്ടർക്ക് കൊടുക്കാനുള്ളത്? ഇപ്പോൾ പുകയിലയുടെ ഉപയോഗം ഒരു പകർച്ചവ്യാധി എന്ന് തന്നെ പറയാം. ഒരു പകർച്ചവ്യാധി പോലെ അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പകർച്ചവ്യാധി പടരുന്നതിനുള്ള കാരണം പുകയിലയായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളാണ്. അപ്പോൾ ഈ പരസ്യങ്ങൾ നമ്മൾ നിരോധിച്ചു കഴിഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളിലേക്ക് പ്രത്യേകിച്ചും യുവാക്കൾ പോകുന്നത് നമ്മൾ തടയേണ്ടതുണ്ട്. അതിനായിട്ടുള്ള ഒരു അവയർനെസ് അവരിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവർ രക്ഷകർത്താക്കളെ അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഒരു കാരണവശാലും ഈ പുകയില ഉപയോഗിക്കരുത്. ഇനി പുകയിലയും മദ്യം ഉപയോഗിക്കുന്നവരാണ് അതിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കൽ ഒരു വൈദ്യപരിശോധന നടത്തുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളുടെയും ക്യാൻസറിൻ്റെയും മറ്റും തുടക്കത്തിലേ അത് കണ്ടെത്താനും അത് ചികിത്സിച്ച് ഭേദമാക്കാനും നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പുകയിലയുടെ ഉപയോഗവും അതുപോലെ തന്നെ അതിൻ്റെ ക്യാൻസറിനെയും കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം